സോറി മക്കളെ, അങ്കിൾ ഇച്ചിരി ലേറ്റ് ആയി പോയി. മക്കൾസ് മൂന്ന് ബിരിയാണി ഉള്ളൂ. 3 പേർക്ക് പിന്നെ 3 ബിരിയാണി അല്ലാതെ 2 3 താൻ ബിരിയാണി വാങ്ങിച്ചു കൊടുത്തോ? കൊടുത്തു. പക്ഷെ ഒരു സംശയം, താൻ എന്റെ അടുത്ത് എത്ര ബിരിയാണിയാ വാങ്ങിക്കാൻ പറഞ്ഞു? 3. ആണല്ലോ. അപ്പൊ ഞാൻ സംശയം തീർന്നു. താൻ ഏത് പോയി 4 പേർക്ക് 3 ബിരിയാണിയാ, ഇതെവിടെ ശരിയാവും? 4 പേരോ? അതെ 4. 4 അല്ല 3. 4 ഒന്ന് പോടോ 3. 4ാമതൊരു ബിരിയാണി കൂടെ എന്റെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ഞാൻ വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ടാ വരണേ. അത് ശരി, അപ്പൊ അതാണ് കാര്യം. അടിക്കാൻ കാശ് വേണം. ഷമ്മുവണ്ണോ, അങ്ങനെ തന്നെ കൊച്ചാക്കൊന്നും വേണ്ട. എപ്പോഴും ഒരു ക്വാർട്ടറിന്റെ ഗോഡൌണിൽ സ്റ്റോക്കാ. ഷൺമുഖനാ, 6 മുഖവും 12 കണ്ണും തെറ്റത്തില്ല. ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ, അതാണ് ക്വാർട്ടർ ഷൺമുഖം. 6 മുഖവും 12 കണ്ണും. ഇനി എനിക്ക് തരാനുള്ള എന്നാ പിടിച്ചോ. അയ്യോ, താണിതങ്ങോട്ടോ ഭാണ്ടക്കെട്ടൊക്കെ ആയിട്ട് പന്തളം വരെ ഒന്ന് പോണം. നാട്ടിലെന്താ വിശേഷം? എന്റെ വകയിലൊരു അമ്മാവന്റെ CC അടഞ്ഞെന്നാണ് തോന്നുന്നു. ഇന്ന് രാത്രി 8 മണിക്ക് ഒരു സ്പെഷ്യൽ വണ്ടി വരും. അതിലെനിക്ക് പന്തളത്തെത്തണം. ഞാൻ പോയി കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വരാം. ശരി, താൻ ചെല്ല്. കരയിലെ എല്ലാം ശരിയാണ്. ജീവിതമല്ലേ. പറഞ്ഞ 12 തലയാ, 6 കണ്ണ്. 1 2 3 4 തെറ്റിയില്ല, എനിക്ക് തെറ്റത്തില്ല. ഇന്ന് പൂന്ത് വിളയാടാ. ഞാൻ കണ്ടുപിടിച്ചേ. 4ാമത്തെ പൊതി ആര് തിന്നത് ഞാൻ കണ്ടുപിടിച്ചേ. അവളിനകത്തുണ്ട്. അപ്പൊ ഉണ്ട്. ഇല്ല, അവിടെ ഇവിടെ കാണും. എനിക്കറിഞ്ഞോ സത്യം അവിടെയാണ്. അയ്യോ അവിടെ ഇല്ല, സത്യമായിട്ടില്ല. അയ്യോ സോറി, അവൾ അതിനകത്തില്ല. അതിനകത്തില്ല. തന്റെ അപ്പഴ പറഞ്ഞല്ലോ ഇതിനകത്തൊന്നുമില്ലെന്ന്. വിശ്വാസമില്ലെങ്കിൽ ഇതിനകത്തും കൂടെ നോക്ക്. ഇത് പിന്നെ എന്തോ നിക്കറ പൈസ എന്നാ പിന്നെ ഇതൊന്നും ഇട്ട് ഇതാരാ? ഇതാണ് 4ാമത്തെ മീശ വെച്ച പെണ്ണ്. ഇപ്പൊ ബോധ്യമായ എനിക്കാണോ തനിക്കാണോ തെറ്റിയതെന്ന്? അതെന്തിന്? ഇത് നേരത്തെ പറയാത്ത അത് ഞാൻ കണ്ടുപിടിക്കണ്ടേ? ഇതെന്തിന്? ഇതിപ്പൊ പറഞ്ഞു ഇറങ്ങി പോണോ? നിക്ക്, ആ 4ാമത്തെ ബിരിയാണിയുടെ പൈസ എവിടെ?